श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും വീണ്ടും പോയി യുദ്ധത്തിന് വിളിച്ചു ബാലിയെ. ക്രുദ്ധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. സൂര്യപുത്രനായ സുഗ്രീവൻ ആ കിഷ്കിന്ധാപുരദ്വാരിയിൽ ചെന്ന് സിംഹനാദത്തെ കൃത്വാ ചെയ്തിട്ട് ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ യുദ്ധത്തിനായി വിളിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് കേട്ടിട്ട് അതിവിസ്മിതനായൊരു ബാലിയും. ബാലിക്ക് ആകെ അമ്പരപ്പായി. ഇതെന്താണിതിങ്ങനെ? തന്നെ പേടിച്ചോടിയ സുഗ്രീവൻ ഒരിക്കൽ തോൽപ്പിച്ച് പറഞ്ഞയച്ചിട്ടും വീണ്ടും ഒട്ടും താമസം കളയാതെ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ബദ്ധ്വാ പരികരം കച്ച മുറുക്കിയിട്ട് യുദ്ധായ സത്വരം, വളരെ പെട്ടെന്ന് യുദ്ധത്തിനായിട്ട് ബാലി ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത്, ആ ഒരു ശത്രുത അതിനോടുകൂടെ പുറപ്പെട്ട നേരത്ത് ഭർത്തുഹു അഗ്രേ, ഭർത്താവിൻ്റെ മുൻപിൽ ചെന്ന് ബദ്ധാശ്രുനേത്രയായി കണ്ണുനീർ തൂകിക്കൊണ്ട് മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. ബാലിയുടെ ഭാര്യയായ താര ഇപ്രകാരം പറഞ്ഞു: ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ, എനിക്കത് കേൾക്കനീ. നിനക്കെന്താ ഇതിലൊരു സംശയം തോന്നാത്തത്? കാരണം സാധാരണ ഗതിയിൽ തോറ്റോടിയ ശത്രു വീണ്ടും വരാറില്ല. പക്ഷേ വീണ്ടും വന്നിരിക്കുകയാണ്. അതും ബാലിയെ പേടിച്ച് എത്രയോ വർഷമായിട്ട് ഋഷ്യമുഖാചലത്തിൽ ജീവിക്കുന്ന സുഗ്രീവൻ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ എന്തോ അവിചാരിതമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ്. അതാർക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. എന്നിട്ടും ബാലിക്ക് എന്താണ് ഒരു സംശയവും തോന്നാത്തത് എന്നാണ് താരയ്ക്ക് അത്ഭുതം. വിഗ്രഹത്തിങ്കൽ യുദ്ധത്തിൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട്, പിന്തുണ നിർണയം. ആരോ അവനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിശക്തനായ ഒരു മിത്രം സുഗ്രീവന്റെ കൂടെ ഇപ്പോഴുണ്ട് എന്ന് താര ഉപദേശിച്ച സമയത്ത് ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ: ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകല. നിനക്ക് അങ്ങനെ ഒരു ശങ്ക ആവശ്യമില്ല. കൈ അയച്ചിടു. നീ ഈ തടസ്സം മാറ്റിയിട്ട് എന്നെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കൂ. വൈകരുതേതുമേ, ഒട്ടും വൈകരുത്. നീ ഒരു കാര്യം ധരിക്കേണമോമലേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ബന്ധുവായ ആരുള്ളതോർക്ക സുഗ്രീവന്. ആരാണിവിടെ ബന്ധു? ഞാനല്ലാതെ അവന് വേറെ ആര് ബന്ധു? ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ. അവർക്കെന്തിനാണ് എന്നോട് ശത്രുത? അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ സുഗ്രീവനെ പറഞ്ഞയക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ആരെങ്കിലും ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ, ഇനി ആരെങ്കിലും അവന് ഇപ്പോൾ പുതിയതായി ബന്ധുവായിട്ട് ഉണ്ട് എങ്കിൽ ഹന്തവ്യനൻ എന്നാൽ അവനും അറിയുക. എന്നാൽ അവൻ, ആ ബന്ധു കൊല്ലപ്പെടുമെന്ന് നീ അറിയുക. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചത് ചൊല്ലു. നീ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഈ തടയുന്നത്? ഞാനൊരു വീരശൂര പരാക്രമിയാണ്. എന്നെപ്പോലെ ഒരു ശൂരൻ
എൻ്റെ പടിവാതിൽക്കൽ വന്ന് എന്നെ പോരിന് വിളിക്കുമ്പോൾ അകത്തടച്ചിരിക്കുന്നത് നല്ലതാണോ? ഒരു ധീരന് ചേരുന്നതാണോ അത്? വൈരിയെ കൊന്ന് വിരവിൽ വരുവൻ ഞാൻ, ശത്രുവിനെ കൊന്ന് ഞാൻ എത്രയും പെട്ടെന്ന് വരും. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ, നീ വിഷമിക്കാതിരിക്കൂ. എന്നാൽ ഇത് കേട്ട് താരയും ചൊന്നാൾ. അത് കേട്ടവനോട്, വീരശിഖാമണേ, നീ വീരനാണ്, ഒരു സംശയവും വേണ്ട. എങ്കിലും കേട്ടാലും നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയതു താനേ മമ സുതൻ അംഗദൻ. അംഗദൻ നായാട്ടിന് പോയ സമയത്ത് അന്നേരം കേട്ട ഒരു ഉദന്തം, കേട്ടോരുദന്തം, ഉദന്തം എന്നാൽ ഒരു വൃത്താന്തം, അവൻ എന്നോട് ചൊന്നാൻ. അത് കേട്ടിട്ട് ശേഷം യഥോചിതം പോക നീ, അത് കേട്ടിട്ടും നിനക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മീസമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകാനനെ വന്യ അശനനായി. അശനൻ എന്നാൽ ഭക്ഷണം, വനത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ തപസ് ചെയ്യാൻ അയോധ്യാധിപനായ ദശരഥൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അതിൽ മൂത്തയാളായ രാമൻ്റെ ഭാര്യയും കൂടെയുണ്ട്. എന്നാൽ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാചലെ വന്നിതു. ആ സമയത്ത് മിത്രാത്മജനെയും സുഗ്രീവനെയും തത്ര കണ്ടീടിനാൻ. അങ്ങനെ അവർ തമ്മിൽ മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ട് ഒരഗ്നിസാക്ഷിയായി. ഇതൊക്കെ താരെ അറിഞ്ഞിരിക്കുന്നു. അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തതും ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ. ഇത് രാമൻ കൊടുത്ത വാക്ക്. ആ ബാലിയെ കൊന്ന് കിഷ്കിന്ധയിൽ നിന്നെ വാഴിക്കാമെന്ന് രാമൻ സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം അർക്കതനയനും അന്നേരം. ഇത് കേട്ടിട്ട് അർക്കതനയനായ സുഗ്രീവൻ അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തിരിച്ച് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ അന്വേഷിച്ച് സീതാദേവിയെ കാട്ടിത്തരാം. ഇങ്ങനെ തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ. ഇതാണ് ഇവൻ ഇപ്പോൾ വന്നതിൻ്റെ കാരണമെന്ന് അങ്ങ് അറിയുക. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടാണ് ഇവിടെ നീങ്ങേണ്ടത്. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. അങ്ങയുടെ ഇളം തലമുറക്കാരനായി അടുത്ത അവകാശിയായിട്ട് സുഗ്രീവനെ വാഴിക്കുക. ഈ മനസ്സിലുള്ള ശത്രുതയൊക്കെ കളയൂ. എന്നിട്ട് യാഹി രാമം, ആ രാമനെ പോയി പ്രാപിക്കൂ നീ ശരണമായി വേഗേന. ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കൂ. പാഹിമാം അംഗദം രാജ്യം കുലം ചതേ. എന്നിട്ട് താര പറയുകയാണ്, മാം എന്നെയും നമ്മുടെ മകനായ അംഗദനെയും രാജ്യം കുലം ച, ഈ വാനര കുലത്തെയും നീ രക്ഷിക്കൂ. അല്ലാതെ എല്ലാം കൂടെ ഇങ്ങനെ പെട്ടെന്നുള്ള ഈ ദേഷ്യത്തിൽ എല്ലാം നശിപ്പിക്കരുത്. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞ് കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം. എന്നാൽ ബാലിക്ക് ഇത് കേട്ടിട്ടും ഒരു വിഷമവുമില്ല. വ്യാകുലഹീനനായിട്ട് പുണർന്ന് അനുരാഗവശേന പറഞ്ഞിതു ബാലിയും. ബാലി പറഞ്ഞു, സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതുമേ. ഇത് സ്ത്രീകളുടെ സഹജമായ സ്വഭാവമാണ്. എന്തിലും പേടിക്കുക, ആശങ്ക അത് വേണ്ട. നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. നിനക്ക് ഭയമേ വേണ്ട. കാരണം നീ ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എനിക്ക് ഒട്ടും പേടിയില്ല. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ അവരാണ് സുഗ്രീവന്റെ ഇപ്പോഴത്തെ മിത്രങ്ങൾ എങ്കിൽ ചേരുമെന്നോടും അവരെന്ന് നിർണയം. എങ്കിൽ അവർ എന്നോടും മൈത്രീഭാവേന വർത്തിക്കും. കാരണം രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ. ശ്രീരാമചന്ദ്രനോട് എന്നോളം വേറെ ആർക്കും സ്നേഹമില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു ഞാനും ഈ അവതാര ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്.
പക്ഷഭേദം ഭഗവാനില്ല നിർണയം. ഭഗവാന് എന്നോടും സുഗ്രീവനോടും ഒരു പക്ഷഭേദം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിർഗുണൻ, ഏകൻ, ആത്മാരാമൻ, ഈശ്വരൻ. തച്ചരണാംബുജെ വീണ് നമസ്കരിച്ച് ഇച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങ് പോരുവൻ. ഞാനിതാ പുറപ്പെടുകയായി. ശ്രീരാമലക്ഷ്മണന്മാരെ ഇവിടെ എൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മദ്ഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. അവർക്ക് എന്നോടുള്ള മൈത്രിയായിരിക്കും സുഗ്രീവനേക്കാൾ ഏറെ പ്രയോജനപ്പെടുക എന്ന് ഓർക്കുക. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും, അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭഗവാനെ ആര് ഭജിക്കുന്നുവോ അവരെ തിരിച്ചും ഭഗവാൻ പരിഗണിക്കും. ഭഗവാൻ അങ്ങനെ ഇന്നയാൾ ഭജിച്ചാൽ ഞാൻ പരിഗണിക്കും അല്ലെങ്കിൽ പ്രസാദിക്കും, അങ്ങനെ ഒന്നുമില്ല. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭഗവാൻ ഭക്തി കൊണ്ട് മാത്രം ഗമിക്കപ്പെടുന്നവനാണ്. ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ. എന്നാൽ ഭക്തിയാണെങ്കിലോ എന്നോളം മറ്റാർക്കും ഇല്ലതാനും. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി. അതുകൊണ്ട് നീ വിഷമിക്കുകയേ വേണ്ട. നീ ഇവിടെ വേശ്മനി എന്നാൽ ഈ കൊട്ടാരത്തിൽ നീ ഒട്ടും വിഷമിക്കാതെ ഇരിക്കുക. പുഷ്കരലോചനേ പൂർണ്ണ ഗുണാംബുധേ. ഇത്തമാശ്വാസ്യ വൃത്ര അരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം. കച്ചമുറുക്കി ഉടനെ ഇറങ്ങി നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം. നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും അശ്രുഗണങ്ങളും വാർത്തുവാർ താരൂഢതാപം അകത്ത് പുക്കിയിടിനാൾ. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി താര കൊട്ടാരത്തിനകത്ത് പോയിരുന്നു. പല്ലുകടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ല് നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ. അങ്ങനെ പല്ലും കടിച്ച് അലറിക്കൊണ്ടുവന്ന ബാലിയെ സുഗ്രീവൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചു. അതുകൊണ്ട് രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തെ വർണ്ണിക്കുകയാണ്. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽക്കൈ പരസ്പരം താടനം. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലും കാലിലുമൊക്കെ അടിക്കുകയാണ്. തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയും, അവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങ് ഊറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടി തടുക്കയും കൂടെ കൊടുക്കയും. ഒരാൾ തടുക്കുന്നു, വീണ്ടും മറ്റേയാൾ കൊടുക്കുന്നു, ഓടിക്കഴിക്കയും. അങ്ങനെ ഓടുന്നു, കുറച്ചു ദൂരം ഓടുന്നു, വാടി വിയർക്കയും. ഒരാൾ വാടി വീഴുന്നു, അപ്പോൾ മാടി വിളിക്കുന്നു. പ്രകോപിപ്പിച്ചുകൊണ്ട് മാടി വിളിക്കുമ്പോൾ അടുക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം. അങ്ങനെ കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും, അവരുടെ കൺകുളിർന്നു എന്നാണ്. വാഴ്ത്തി സ്തുതിക്കയും. കാലനും കാലകാലനും താനുമുള്ള പോർ. കാലൻ എന്നാൽ യമൻ, കാലകാലൻ ശിവൻ. ഇവർ തമ്മിലുള്ള യുദ്ധം. ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാ, അതിനോടൊക്കില്ല ദൃഢം. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെ. പർവ്വതങ്ങളും സമുദ്രങ്ങളും തമ്മിൽ എങ്ങനെ യുദ്ധം ചെയ്താൽ, അങ്ങനെ യുദ്ധം ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ. കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. ആർക്കും ഒരു ക്ഷീണമില്ലാത്തതുപോലെ. അച്ഛൻ കൊടുത്തൊരു മാല, അച്ഛൻ ഇന്ദ്രൻ കൊടുത്ത മാല ബാലിക്കുമുണ്ട്. അച്യുതൻ നൽകിയ, മഹാവിഷ്ണു നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. ഇത് തമ്മിൽ നമുക്ക് ഒരു തരത്തിലും ഉപമിക്കാനൊന്നും പറ്റില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഭേദിച്ചിത് അർക്കതനയന് വിഗ്രഹം. അർക്കതനയനായ സൂര്യതനയനായ സുഗ്രീവന്റെ വിഗ്രഹം, ശരീരമാണ് ഭേദിച്ചത്, കൂടുതൽ മുറിവേറ്റത്. അങ്ങനെ സാധവും ആകെ പരിക്ഷീണനായിട്ട് ഏറ്റം കലർന്ന് സുഗ്രീവനും ഖേദമോടെ വളരെ വിഷമിച്ചുകൊണ്ട് ഇനിയും എന്നെ ഇങ്ങനെ അടികൊള്ളിക്കരുത് എന്നതുപോലെ രഘുനാഥനെ നോക്കിയും
അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ മറഞ്ഞു നിന്നിട്ടാണ് മാഹേന്ദ്രമായ അസ്ത്രമാണ്, മഹേന്ദ്രാസ്ത്രമാണ് തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചരുളിയിടിനാൻ. അങ്ങനെ ബാലിയുടെ വക്ഷസ് നോക്കി ആ അസ്ത്രമയച്ചു. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും. അങ്ങനെ ബാലി അവിടെ നിലത്തു വീണു. ബാലിയെ ഒളിയം പെയ്ത് കൊന്നതെന്തിനാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം ബാലിക്ക് ഒരു വരമുണ്ട്. ബാലിയോട് എതിർത്താലും അവരുടെ പകുതി ബലം ബാലിക്ക് ലഭിക്കും. അത് സാക്ഷാൽ പരമാത്മാവ് ഒരു ശരീരമെടുത്ത് വന്നാലും ശരി. ശരീരമെടുത്താൽ ഒരു മനുഷ്യനുള്ള എല്ലാ പരിമിതികളും ആ ഭഗവാന് ഉണ്ട്. അപ്പോൾ ബാലിയുമായിട്ട് നേരിട്ട് എതിർക്കുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ബലം, ആ ബലത്തിൻ്റെ പകുതി കുറയും. അപ്പോൾ ശ്രീരാമചന്ദ്രന് പോലും ബാലിയെ കൊല്ലാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ബാലിയെ ഒളിയം പെയ്ത് വധിച്ചത്. എന്നാൽ ബാലി വധിക്കപ്പെടേണ്ടവനാണ് എന്ന് നമ്മൾ ഇതിനു മുൻപ് കണ്ടു. അതിനെന്തായിരുന്നു കാരണമെന്ന്. തെറ്റിദ്ധരിച്ചുകൊണ്ട് അനുജനെ രാജ്യത്തിൽ നിന്ന് അകറ്റി. ഒരു വാക്കുപോലും ചോദിച്ചില്ല. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാതെ സ്വയം എല്ലാം അങ്ങ് തീരുമാനിച്ചു. മാത്രമല്ല അനുജൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി വെക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ബാലി ചെയ്ത അധർമ്മം. ആ അധർമ്മത്തിനെതിരെയാണ് ഭഗവാൻ ബാലിയെ വധിക്കുന്നത്. ഭൂമിയും ഒന്ന് വിറച്ചിതന്നേരത്ത് ബാലി താഴെ നിലത്ത് വീഴുന്ന സമയത്ത് ഭൂമിയൊക്കെ വിറച്ചു. അപ്പോഴേക്കും രാമൻ ആ വൃക്ഷത്തിൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്ക് ബാലിയുടെ അടുത്തേക്ക് വന്നു. രാമനെ കണ്ട് കൂപ്പി സ്തുതിച്ചു മരുത്സുതൻ. രാമൻ തൻ്റെ വാക്ക് പാലിച്ചത് കണ്ട് ഹനുമാൻ രാമനെ കൂപ്പി സ്തുതിച്ചു. മോഹം കലർന്നു മുഹൂർത്തമാത്രം. കുറച്ചു നേരം ബാലിയുടെ മോഹം കലർന്നു എന്നാൽ ബോധം മറഞ്ഞു എന്നർത്ഥം. പിന്നെ മോഹവും തീർന്നു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ, തൻ്റെ മുന്നിൽ രഘൂത്തമനെ തഥാ. എങ്ങനെയാണ്? ബാണവും ദക്ഷിണഹസ്തേ, വലത് കൈയിൽ ബാണം ധരിച്ച് അന്യപാണിയിൽ മറ്റേ കൈയിൽ ചാപവും ചീരവസനവും, ഒപ്പം ചീരവസനം എന്നാൽ താപസവേഷം, തൂണീരം ആവനാഴി, മൃദുസ്മേരവദനവും ചാരു മകുടം ഒരു കിരീടമായിട്ട് ഭഗവാന്റെ ജടയാണ് ഇപ്പോൾ ഉള്ളത്. പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ, ഒപ്പം അവിടെ ഭഗവാന്റെ മാറിടത്തിൽ വനമാലയും പൂണ്ട് ചാർവായതങ്ങളായുള്ള നല്ല നീണ്ട ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും, കറുകപ്പുല്ലിൻ്റെ ചവി എന്നാൽ ആ ഒരു ഏകദേശം ആ ഒരു നിറം പൂണ്ട ശരീരവും, പക്ഷഭാഗേ ഇരുവശത്തുമായിട്ട് പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ട്, അങ്ങനെ അവർ രണ്ടുപേരോടും കൂടെയാണ് ബാലിയുടെ അടുത്തേക്ക് വന്നത്. അത് കണ്ട് ഗർഹിച്ചു പറഞ്ഞു. ആദ്യം തന്നെ നിന്ദിച്ച്, ബാലിക്ക് പുച്ഛമാണ് തോന്നുന്നത്. എന്നെ ഇങ്ങനെ ഒളിയം പെയ്തു കൊന്നു, അങ്ങനെ ഒരു പുച്ഛം. അതാണ് ഗർഹിച്ചു പറഞ്ഞതു. ബാലിയും ഉണ്ടായ കോപഖേദ ആകുലചേതസ, കോപവും ഒപ്പം വലിയ സങ്കടവും വന്നു. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ എന്തിനാണ് എന്നെ കൊന്നത്? എന്തിനാണ്? അതും വ്യാജമായിട്ട്. നേർക്ക് നേരെയായിരുന്നെങ്കിൽ മനസ്സിലാക്കാം. ഇത് ചോരധർമ്മത്തെയും, ഒരു കള്ളനെ പോലെ ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ? നീ ഒരു ക്ഷത്രിയനല്ലേ, എന്തിനാണ് ഇങ്ങനെ കള്ളനെ പോലെ എന്നെ ഒളിയം പെയ്തത്? എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ട് ചിന്തിക്ക
രാജകുലോത്ഭവനല്ലോ നീ വലിയ വംശത്തിൽ ജനിച്ച ആളല്ലേ. നീ ഒന്ന് ചിന്തിക്കൂ, ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്തതിലൂടെ നീ എന്ത് കീർത്തിയാണ് ഉദ്ദേശിക്കുന്നത്? വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. ഒരു വീരനായിട്ടാണ് നീ യുദ്ധം ചെയ്യണം, വീരനായിട്ട് യുദ്ധം ചെയ്ത് കീർത്തി നേടണമെങ്കിൽ എന്നോട് നേർക്ക് നേർ പൊരുതണം. എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്ത് മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. ഇവിടെ ഇപ്പോൾ സുഗ്രീവനെ രക്ഷിക്കാനും എന്നെ കൊല്ലാനും മാത്രം സുഗ്രീവൻ എന്താണ് നിങ്ങൾക്ക് പ്രത്യേകമായി ചെയ്തത്? ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യാതിരുന്നത്? രക്ഷോവരൻ തവ പത്നിയെ കട്ടതിന് അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു. അതിനാണല്ലോ അങ്ങ് ഇപ്പോൾ സുഗ്രീവനുമായിട്ട് സഖ്യം ചേർന്നിരിക്കുന്നത്. അങ്ങയുടെ ഭാര്യയെ കണ്ടുപിടിക്കണം. എന്നാൽ നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ, അതിന് എന്നെ കൊല്ലുന്നത് എന്തിനാണ്? എൻ്റെ അടുത്തായിരുന്നു അങ്ങ് സഹായം അഭ്യർത്ഥിച്ചിരുന്നതെങ്കിൽ അത് വളരെ എളുപ്പം നടന്നേനെ. കാരണം വിക്രമം മാമകം, എൻ്റെ വിക്രമത്തെക്കുറിച്ച് അങ്ങ് കേട്ടറിയുന്നീലേ, അറിഞ്ഞില്ലേ എന്നെക്കുറിച്ച്? ആരറിയാത്തത് 3 ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം? ആർക്കാ അറിയാത്തത് ബാലിയുടെ വീരപരാക്രമത്തെക്കുറിച്ച്? ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും, ത്രികൂട പർവ്വതത്തിലാണ് ലങ്കാ നഗരം നിൽക്കുന്നത്. ആ ത്രികൂട പർവ്വതത്തെ അതിൻ്റെ വേരോടെ ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ഇനി രാവണനെ തന്നെ ഞാൻ ബന്ധിച്ച് അരനാഴിക കൊണ്ട് നിന്നന്തികെ വെച്ച് തൊഴുതേനുമാതരാൽ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പർവ്വതമടക്കം ഞാൻ കൊണ്ടുവന്നേനെ ഇവിടെ. ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു. നിർമ്മലന്മാരായ യോഗികളൊക്കെ അങ്ങയെ ധർമ്മിഷ്ഠനായിട്ട് വാഴ്ത്തുന്നു. ധർമ്മം എന്തോന്നു ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലമിങ്ങനെ? എന്ത് ധർമ്മമാണ് അങ്ങിപ്പോൾ കാണിച്ചത്? നിർമൂലമിങ്ങനെ ഒരു കാരണവുമില്ലാതെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു. ഒരു വാനരനെ ചതി ചെയ്ത് കൊന്നിട്ട് ഒരു മാനമുണ്ടായതെന്ത്? എന്ത് അഭിമാനമാണ് അങ്ങേക്ക് ഇതുകൊണ്ട് ഉണ്ടായത് എന്ന് പറക നീ. വാനര മാംസം അഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. വാനരമാംസം അത് തിന്നാൻ പാടില്ല, എന്നിട്ടും അങ്ങേക്ക് എന്തിനാണ്? ഇനി എന്നെ കൊന്നു തിന്നാനാണോ? അത് സാധ്യമല്ല, അത് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തിനാണ് അങ്ങിങ്ങനെ ചെയ്തത്? ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘൂത്തമൻ. ഇത്രയൊക്കെ പറഞ്ഞ ബാലിയോട് വളരെ സൗമ്യനായിട്ട് ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമത്സരം നടക്കുന്നിതു നീള ഞാൻ. എനിക്ക് ആരോടും മത്സരമില്ല. ധർമ്മം പുനഃസ്ഥാപിക്കുക അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനായിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എന്നാൽ ഓരോ കാരണമുണ്ടാക്കി ഈ വനത്തിന് വന്നതും ഒക്കെ അതിനാണ്. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ. നിനക്ക് തോന്നുന്നു നീ പാപിയല്ല, നീ ധർമ്മിഷ്ഠനാണ് എന്ന്. എന്നാൽ കേട്ടുകൊള്ളുക, നീ പാപിയാണ്, അധർമ്മിഷ്ഠനാണ്. അങ്ങനെയുള്ള നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ, ധർമ്മത്തെ രക്ഷിക്കുവാനായിട്ടാണ് നിന്നെ വധിച്ചത്. പക്ഷേ നിനക്കത് തിരിച്ചറിയാതിരിക്കാൻ കാരണം മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ. നീ ഇപ്പോൾ ഒരു തമോ ഗുണിയെ പോലെയാണ് പെരുമാറുന്നത്. നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇത്രയും നീ ഇങ്ങനെ സംസാരിച്ചത്. പുത്രി, ഭഗിനി, സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും. പുത്രി സ്വന്തം മകൾ, ഭഗിനി സഹോദരി, സഹോദര ഭാര്യ, പുത്രകളത്രം മകൻ്റെ ഭാര്യ, മാതാവ്. ഇവർ തമ്മിൽ ഏതുമേ ഭേദമില്ലെന്നല്ലോ. ഇവരൊക്കെ തന്നെ ഒരു പുരുഷനാൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, അവരെ സംരക്ഷിക്കേണ്ടതാണ് എന്നത് വേദവാക്യം. അത് വേദവാക്യമാണ്.
അത് ചേതസി മോഹാത് പരിഗ്രഹിക്കുന്നവൻ, ഈ പറഞ്ഞവരെ ആരെയെങ്കിലും മറ്റൊരു ഉദ്ദേശത്തോടുകൂടെ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. വെറും പാപിയല്ല, മഹാപാപിയാണ് നീ. താപം അവർക്കതിനാല വരുമല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ഫലം, ചീത്തഫലം അനുഭവിക്കുക തന്നെ വേണം. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത്. മര്യാദയില്ലാതെ നടക്കുന്നവരെ ശൗര്യമേറുന്ന നൃപന്മാർ നിഗ്രഹിക്കും. അത് രാജധർമ്മമാണ്. ധർമ്മസ്ഥിതി വരുത്തും, എന്നിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കും. ധരണീതലെ നിർമ്മലനായ ആത്മാവായ നീ, യഥാർത്ഥത്തിൽ നീ അങ്ങനെ ആയിരുന്നു. പക്ഷേ നിന്നെ പെട്ടെന്ന് തമോ ഗുണം ബാധിച്ചു. സുഗ്രീവനെ തെറ്റിദ്ധരിച്ചു. സുഗ്രീവന്റെ ഭാര്യയെ നീ സ്വന്തം ഭാര്യയാക്കി വെച്ചു. അങ്ങനെ നിർമ്മലാത്മാവാണ് നീ. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർക്കുക, നീ ചെയ്ത തെറ്റെന്താണെന്ന് ഓർക്കുക. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലായിടവും. ഈ ലോകത്തിനെ മുഴുവൻ പുണ്യം വരാൻ വേണ്ടി, ലോകത്തിന് പുണ്യം വരാൻ വേണ്ടിയിട്ട് ലോകപാലന്മാർ എല്ലായിടവും നടക്കും. അങ്ങനെ വരുന്നവരോട് ഏറെ പറഞ്ഞു പോകായിക അവരോട്. സ്വന്തം തെറ്റ് മറച്ചു വെച്ചിട്ട് ഇങ്ങനെ വിശുദ്ധനാക്കാൻ നടക്കുന്ന, ലോകത്തെ വിശുദ്ധരാക്കാൻ നടക്കുന്ന ലോകപാലന്മാരെ കുറ്റപ്പെടുത്തിയാൽ അത് പാപത്തിനായി വരും, പാപികൾക്കേറ്റവും. അത് വീണ്ടും നിന്നെ പാപിയാക്കും. ഇങ്ങനെ യുദ്ധം അരുൾ ചെയ്തതൊക്കവേ കേട്ടാശു. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ബാലിയുടെ ഉള്ളിൽ താൻ ചെയ്ത പാപത്തിൻ്റെ ആഴം മനസ്സിലായത്. ബാലിക്ക് അപ്പോൾ മനസ്സിലായത്. അങ്ങനെ ആ ഒരു പ്രായശ്ചിത്തം കൊണ്ട് തന്നെ ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. അങ്ങനെ ആ പ്രായശ്ചിത്തം കൊണ്ട് തന്നെ ബാലിക്ക് ചിത്തവിശുദ്ധി സംഭവിച്ചു. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഇത്രയും നാളും സുഗ്രീവനെ തെറ്റിദ്ധരിച്ചത് മുതൽ ബാലിയുടെ ഉള്ളിൽ തമോ ഗുണമായിരുന്നു. അതാണ് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നത്. പക്ഷെ ഭഗവാന്റെ സാമീപ്യത്താൽ, ഭഗവാന്റെ ആ ഒരു കർക്കശമായ ആ വാക്കുകളെ കൊണ്ട് ബാലിക്ക് മനസ്സിലായി താൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന്. അങ്ങനെ താമസഭാവം അകന്നപ്പോഴാണ് ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം. അപ്പോൾ മനസ്സിലായി താൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന്. എന്നിട്ട് ക്ഷമിക്കാൻ പറയുകയാണ്. മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ. നാരായണൻ നിൻ തിരുവടി നിർണയം. ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങത് കാരുണ്യത്തോടെ ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റ് ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്ന് ചൊല്ലാവതും. എന്നാൽ ഞാൻ മഹാഭാഗ്യവാനാണ് എന്നും എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങയുടെ ശരമേറ്റ് അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്കിങ്ങനെ മരിക്കാൻ സാധിക്കില്ലല്ലോ. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം. മഹായോഗികൾക്ക് പോലും ഇത് ദുർലഭമാണ്. മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. അങ്ങയെ കാണുന്നത് പോലും ആ മോക്ഷം നേടിത്തരുന്നതാണല്ലോ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം. എൻ്റെ ഭാഗ്യാതിരേകമാണിത്. ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിൻ തിരുവടി. ജാനകി താരിൽ മാതാവായ, ഈ പാരിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ രാവണനെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജൻ ദശരഥന്റെ മകനായിട്ട് ജനിച്ചു ഭവാൻ. പത്മജൻ ബ്രഹ്മാവ് മുന്നമർത്ഥിക്കയാൽ എന്നതും
പത്മവിലോചന താമരക്കണ്ണ ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. മാത്രമല്ല എന്നോട് തുല്യബലനാകും അംഗദൻ തന്നിൽ, എൻ്റെ മകൻ അംഗദനിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയൻ സൂര്യൻ്റെ മകനായ സുഗ്രീവനും അംഗദ ബാലനും ഒക്കും എനിക്ക് രണ്ടുപേരും തുല്യരാണ്. പക്ഷേ ഇടക്ക് ആ തമോ ഗുണം വന്നപ്പോൾ സുഗ്രീവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. അവരെ കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ച് തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം. ഭഗവാനെ, എനിക്ക് ഇത്രയും ഭാഗ്യം തന്ന ഭഗവാൻ ഒരു ഉപകാരം കൂടെ ചെയ്യണം. എൻ്റെ ഈ വക്ഷസ്സിൽ നിന്ന് ആ അമ്പൊന്ന് പറിച്ചെടുത്ത് ആ തൃക്കൈ കൊണ്ട് എന്നെ ഒന്ന് അൻപോടെ സ്നേഹത്തോടെ മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്ന് പറിച്ച് തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്ത്, മാനവവീരനായിട്ടുള്ള ആ ഭഗവാന്റെ താമര പോലെയുള്ള ആ മുഖം നോക്കിക്കൊണ്ട് വാനരദേഹം ഉപേക്ഷിച്ചു. ബാലിയും തൻ്റെ വാനരദേഹത്തെ ഉപേക്ഷിച്ചു. യോഗീന്ദ്ര വൃന്ദ ദുരാപം, യോഗീന്ദ്രന്മാർക്ക് പോലും ദുരാപം എന്നാൽ കടക്കാൻ, അവിടെ എത്താൻ അത്രയും ബുദ്ധിമുട്ടുള്ള ലോകം ഭഗവത് പദം, ആ പരമപദത്തെ ഗമിച്ചിടിനാൻ. കാരണം ശുദ്ധാത്മാവായിരുന്നു ബാലി. പക്ഷെ ഇടക്ക് വെച്ചൊരു തമോ ഗുണം മനസ്സിൽ വന്നതാണ്. എന്നാൽ അതിനെ മാറ്റിയിട്ട്, അതിനാണ് ഭഗവാൻ അമ്പയച്ചത് എന്ന് പറഞ്ഞു. നിന്റെ പാപത്തെ നശിപ്പിച്ച് നിന്നെ വീണ്ടും ശുദ്ധനാക്കാനാണ് ഞാൻ നിന്നെ വധിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ ഭഗവത് പദം ബാലി പൂകിയത്. രാമനായോരു പരമാത്മന, ആ പരമാത്മാവ് തന്നെയാണ് ശ്രീരാമചന്ദ്രനായിട്ട് വന്നത്. ആ രാമനാൽ കൊല്ലപ്പെട്ടതിനാൽ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം. ഇവിടെ ഇത്രയും മഹത്തായൊരു കാര്യമാണ് നടന്നത്. പക്ഷെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത മറ്റു ചില വാനരന്മാർ, അതായത് ബാലിയുടെ സഹായികളായിട്ടുള്ള, ബാലിക്ക് അനുകൂലരായിട്ട് നിൽക്കുന്ന മർക്കടൗഖം, ഇത് കണ്ടിട്ട്, ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ വാനരന്മാർ ഭയത്തോടോടി. അവർ വിചാരിച്ചത് ഇവരിനി വന്ന് ഞങ്ങളെയും നശിപ്പിക്കും. അങ്ങനെ വേഗേന ബുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ, നേരെ കിഷ്കിന്ധയിലേക്ക് ഓടിച്ചെന്നു. ചൊല്ലിനാർ താരയോടാശു കവികളും. താരയോട് പറഞ്ഞു, സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ. അവരുടെ കണ്ണിൽ സ്വർഗത്തിലെത്തി എന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കാണ് ബാലി പോയത് എന്ന് അവർക്കറിയില്ല. അവർ പറഞ്ഞു, ബാലി മരിച്ചു എന്നതിന് സ്വർലോകത്തെ പൂകി. ശ്രീരാമസായകമേറ്റു രണാജിരെ, ആ യുദ്ധത്തിൽ താരെ കുമാരനെ വാഴിക്ക വൈകാതെ വേഗം ഇവിടെയെല്ലാം സുരക്ഷിതമാക്കാനാണ് പറയുന്നത്. അംഗദനെ വേഗം തന്നെ രാജാവാക്കി വാഴിക്കുക. ഗോപുരവാതിൽ 4 ദൃഢം ബന്ധിച്ച്, അവരിങ്ങോട്ട് വരുന്നതിന് മുൻപേ ഗോപുരവാതിൽക്കലെല്ലാം ബന്ധിക്കുക. ഗോപിച്ചുകൊള്ളുക, ഗോപിക്കുക എന്നാൽ സംരക്ഷിക്കുക. കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക, നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. അവരിങ്ങോട്ട് കടക്കാതിരിക്കാൻ നീ മന്ത്രിമാരെ ഏർപ്പാടാക്കൂ. എന്നാൽ ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോല വീഴുന്ന, ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീരും വാർത്ത് ദുഃഖേന വക്ഷസി താടിച്ച് ഗദ്ഗദവാച പറഞ്ഞു പലതരം. ഇവിടെ വാനരന്മാർ വന്നിട്ട് വേഗം ഈ രാജ്യം രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ താര ചോദിക്കുന്നു, എന്തിനെനിക്കിനി പുത്രനും രാജ്യവും, എന്തിന് ഭൂതലവാസവും നേ വൃഥ. എന്ത് രാജ്യം, എന്ത് മകൻ, എനിക്കെന്തിനാണിതൊക്കെ? ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട്. ഞാനും പോവുകയാണ് ബാലിയുടെ കൂടെ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന, പാംസു പൊടി, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. നിലത്ത് വീണതിനാൽ ആകെ പൊടി പിടിച്ച് കിടക്കുന്നു. പൊടിയും രക്തവും ആകെ കൂടിക്കലർന്നങ്ങനെ കിടക്കുന്ന ഭർതൃകളേബരം, തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കണ്ട് മോഹം പൂണ്ട് പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും. ബാലിയുടെ പാദത്തിൽ പോയി വീണിട്ട് കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം കരയാൻ തുടങ്ങി.
എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, ബാണമെയ്ത് എന്നെയും കൊന്നിടു നീ, എന്നെയും അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ. മമ പ്രാണനാഥന് പൊറ പിരിഞ്ഞാലടോ, എൻ്റെ പ്രാണനാഥനെ പിരിഞ്ഞെനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നെ പതിയോടുകൂടെ അയക്കിലോ, എൻ്റെ ഭർത്താവിനോടുകൂടെ എന്നെ അയക്കുകയാണെങ്കിൽ നിനക്ക് കന്യകാദാന ഫലം വരും, കന്യകാദാനം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ, നിനക്കറിയാമല്ലോ ആര്യനായ ശ്രേഷ്ഠനായ നീ ഇപ്പോൾ അനുഭവിക്കുകയല്ലേ ഭാര്യാവിയോഗജ ദുഃഖം, ഭാര്യയെ പിരിഞ്ഞ ദുഃഖം നിനക്ക് മനസ്സിലാവില്ലേ രഘുപതേ. വ്യഗ്രവും തീർത്ത് എന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, വ്യഗ്രം, ഇപ്പോൾ നിന്റെ തടസ്സങ്ങളൊക്കെ തീർന്നില്ലേ സുഗ്രീവ. രുമയുമായി, സുഗ്രീവന്റെ ഭാര്യയാണ് രുമ, രുമയുമായി വാഴുക നീ സുഗ്രീവ, രാജഭോഗങ്ങളോടും ചിരം. ഇനി നീ സുഖമായിട്ട് ജീവിച്ചുകൊള്ളുക, ഇതിനു വേണ്ടിയല്ലേ ബാലിയെ കൊന്നത്. യുദ്ധം പറഞ്ഞ് കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ. എന്നാൽ ശ്രീരാമചന്ദ്രൻ വളരെ സൗമ്യനായിട്ട് താരയെ ഉപദേശിക്കുകയാണ്. അതും വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന തത്വജ്ഞാന ഉപദേശേന. കാരണം താര അത്രയും ശ്രേഷ്ഠയായ ഒരു സ്ത്രീരത്നമാണ്. അതുകൊണ്ടാണ് താരയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത്. ഭഗവാനിൽ നിന്ന് തത്വജ്ഞാനം നേടുന്ന വളരെ അപൂർവം സ്ത്രീകളിൽ ഒരാളാണ് താര. അങ്ങനെ തത്വജ്ഞാന ഉപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ താരയെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. താരോപദേശം. എന്തിന് ശോകം വൃഥാ തവ, എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് കേൾക്ക നീ. ബന്ധമില്ലേതും ഇതിന് മനോഹരേ. താര പറഞ്ഞു, എന്നെയും ഭർത്താവിൻ്റെ കൂടെ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ? ഈ കാണുന്ന ദേഹമാണോ നിന്റെ ഭർത്താവ്, അതോ ജീവനോ? ഈ ദേഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ജീവനായിരുന്നോ? ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. നിനക്ക് എന്താണ് മനസ്സിലായത് എന്നാൽ എന്നോട് പറയുക. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം. ഇനി നീ നിന്റെ ഭർത്താവ് ഈ ദേഹമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അല്ലെങ്കിലേ ജഡമാണ്. പഞ്ചഭൂതാത്മകമാണിത്. സഞ്ചിതം ത്വങ് മാംസ രക്ത അസ്ഥി കൊണ്ടടോ. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി തുടങ്ങിയ ജഡവസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ ഈ ദേഹമെന്നത് അല്ലെങ്കിലേ ജഡമാണ്. ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴേ അത് ജഡമാണ്. ആ ജഡത്തിനെ ആയിരുന്നോ നീ സ്നേഹിച്ചത്? നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക നീ. നിശ്ചേഷ്ടം, സ്വയം ഒരു ചേഷ്ടയും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാഷ്ഠതുല്യം, ഒരു ചുള്ളിക്കമ്പ് പോലെയാണ് ഈ ദേഹം എന്ന് ഓർക്കുക നീ. എന്നാൽ എപ്പോഴാണോ ആ ജീവൻ ആ ദേഹത്തോട് ചേരുന്നത് അപ്പോഴാണ് അത് ജീവസുറ്റതാകുന്നത്. ആ ജീവനാകട്ടെ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ. ഒരിക്കലും അതിന് മരണമില്ല. അതിനാകട്ടെ ആ ജീവനാകട്ടെ ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടാകായികതും അത് നിനച്ചേതുമേ. ജീവൻ പോയി എന്ന് വിചാരിച്ചാണ് നീ കരയുന്നതെങ്കിൽ അത് പോവുകയില്ല, അതെപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നീ എന്താലോചിച്ചാണ് കരയുന്നത്? ഈ ജീവനാകട്ടെ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. അതിന് ചലനമില്ല, നിശ്ചലമാണ് എന്ന് വെച്ചാൽ അത് എല്ലായിടത്തും ഉണ്ട്. ദുഃഖവിഷയവുമല്ലത് കേവലം സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല. ദുഃഖിക്കാൻ അത് എവിടെ നിന്നും പോകുന്നുമില്ല, വരുന്നുമില്ല. അത് സ്ത്രീയല്ല, പുരുഷനല്ല, നപുംസകമല്ല, ഇങ്ങനെ ഒരു ഭേദവും അതിനില്ല. താപശീതാദിയും ഇല്ല, അതിന് ചൂടില്ല, തണുപ്പില്ല. സർവകൻ, എല്ലായിടത്തും പോകാൻ സാധിക്കുന്ന ജീവൻ, ഏകൻ, പരൻ, അദ്വയൻ, അവ്യയൻ, ആകാശതുല്യൻ, അലേപകൻ, ഒന്നിനോടും ഒട്ടിച്ചേരാത്തവൻ.
ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്ത് എന്ത് ദുഃഖത്തിന് കാരണം? ഇനി നീ ചിന്തിക്കൂ, നീ ആരെക്കുറിച്ചോർത്താണ് ദുഃഖിക്കുന്നത്? ബാലി എന്ന ഈ ദേഹത്തെയാണോ അതോ ജീവനെയാണോ? രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. അപ്പോൾ താര ശ്രേഷ്ഠയായ ഒരു സ്ത്രീയാണ്. അതിന് കാരണം ഭഗവാൻ അവസാനം പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ താരയുടെ ഉള്ളിൽ ഒരു ശിഷ്യഭാവമുണർന്നു, ജിജ്ഞാസ വന്നു. അങ്ങനെ ചോദിക്കുകയാണ്, നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായത് ജീവനും. ഭഗവാനെ അങ്ങ് പറഞ്ഞു, ഈ ദേഹം എന്നത് സ്വന്തമായി ചേഷ്ടയില്ലാത്ത ജഡമാണ്. അതിന് ജീവൻ കൊടുക്കുന്ന ജീവനാകട്ടെ എപ്പോഴും സച്ചിദാത്മ, അതായത് എപ്പോഴും പൂർണ്ണനായിട്ടുള്ള പ്രകാശസ്വരൂപമായിട്ടുള്ളതാണ്. എങ്കിൽ പിന്നെ ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ. അപ്പോൾ പിന്നെ ആരാണ് ഈ ദുഃഖിക്കുന്നത് സുഖിക്കുന്നത്? ഇത് എങ്ങനെ പൊരുത്തപ്പെടുന്നു? ദേഹത്തിന് ഒരു ചേഷ്ടയുമില്ല, ദുഃഖവുമില്ല, സുഖവുമില്ല. കാരണം അത് ജഡമാണ്. ഇനി അതിന് ചൈതന്യം കൊടുക്കുന്ന ജീവനാകട്ടെ എപ്പോഴും ആനന്ദമയമാണ് എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ദുഃഖമാർക്കാണ്, സുഖമാർക്കാണ് എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ, ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ. അത് കേൾക്കാനുള്ള അർഹത താരയ്ക്കുള്ളതുകൊണ്ട് ഞാനിതാ പറഞ്ഞു തരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. എന്തുകൊണ്ട് ദുഃഖം വരുന്നു, ഞാൻ സുഖിക്കുന്നു, ഇതൊക്കെ തോന്നുന്നു? എത്ര കാലം, അതാണ് യാതൊരളവ്. ദേഹ ഇന്ദ്രിയ അഹങ്കാരം, ഇവിടെ ഈ ദേഹം ഇന്ദ്രിയം അഹങ്കാരം ഇതിനോടൊക്കെ ഞാനാണ് ഇത് എന്ന ഒരു സംബന്ധമുണ്ടായി വരുന്നത്. അത്ര നാളേക്ക് ആത്മാവിന് സംസാരം എത്തും. അത്ര നാളേക്കാണ് ഈ ആത്മാവിന് ഞാൻ ദുഃഖിക്കുന്നു സുഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ട് പാമ്പായിട്ട് തോന്നി, അപ്പോൾ പേടിച്ചു. എത്ര കാലം അത് എത്ര സമയം അത് പാമ്പാണ് എന്ന് വിചാരിച്ചുവോ അത്ര സമയം ദുഃഖം. എന്നാൽ സത്യമറിഞ്ഞപ്പോൾ ദുഃഖമില്ല. ഇതേപോലെ തന്നെ ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. എന്നാൽ ഈ സങ്കല്പത്തെ നമുക്ക് തള്ളി മാറ്റാൻ സാധിക്കില്ല. മായയെ തള്ളി മാറ്റാൻ, അതാണ് തനിയെ അതങ്ങ് പൊയ്ക്കൊള്ളുമെന്ന് ചിന്തിക്കരുത്. വിനിവർത്തിക്കയില്ല. നാനാവിഷയങ്ങളെ ധ്യായമാനനാ മാനവൻ എങ്ങനെ എന്നതും കേൾക്ക നീ. എന്താണ് ഈ സങ്കല്പം? എന്തുകൊണ്ട് ഈ സങ്കല്പം തോന്നുന്നു? ഇങ്ങനെ നാനാവിഷയങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. മിഥ്യാഗമം നിജ സ്വപ്നെ യഥാ തഥാ. നിങ്ങളൊരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന പലതും കാണുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ദുഃഖിക്കുന്നതായിട്ട് തോന്നുന്നു. എന്നാൽ എപ്പോൾ ആ സ്വപ്നത്തിൽ നിന്നുണരുന്നുവോ അപ്പോൾ മനസ്സിലാക്കുന്നു താൻ ദുഃഖിച്ചത് വെറുതെയായിരുന്നു. അതാണ് സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ. ഇതേപോലെയാണ് നിങ്ങൾ ആ സത്യത്തെ അറിയുന്നത് വരെ ഈ ഒരു മായയാകുന്ന സ്വപ്നത്തിൽ ദുഃഖിക്കുന്നത് സുഖിക്കുന്നത്. നൂനം അനാദ്യ അവിദ്യാബന്ധഹേതുന താനാം അഹംകൃതിക്കാശു തത്കാര്യമായി. അനാദിയായിട്ടുള്ള ആ പരമാത്മാവിൻ്റെ ശക്തിസ്വരൂപിണിയായിട്ടുള്ള മായയും അനാദിയാണ്. അത് അവിദ്യാബന്ധഹേതുന, നമ്മെ അജ്ഞാനത്തിൽ ബന്ധിപ്പിച്ചിട്ട് അങ്ങനെ താനാകുന്ന ജീവാത്മാവിന് അഹംകൃതി, അഹങ്കാരം, ഒരു വ്യക്തിബോധമുണ്ടാകുന്നു. തത്കാര്യമായി, അതിൻ്റെ കാര്യമായിട്ട്, അത് കാരണമായിട്ട് സംസാരമുണ്ടാം, ഈ ഒരു ലോകമുണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നു. അതാകട്ടെ അപാർത്ഥകമായതും അതൊരർത്ഥവുമില്ലാത്തതാണ്. സംസാരമോ രാഗരോഷാദിസങ്കുലം. ഈ സംസാരമാകട്ടെ രാഗം, അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ദുഃഖവും
രോഷം എന്നതുകൊണ്ട് ഇവിടെ ദുഃഖം ഉണ്ടാകുന്നു. ഇനി എന്തുകൊണ്ട് ഈ സംസാരബന്ധം? മാനസം, അതാണ് സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും. മനസ്സ് സങ്കല്പിച്ചെടുക്കുന്നതാണ് ഈ ലോകം. അങ്ങനെ മനസ്സ് സങ്കല്പിച്ചിട്ട് ആത്മമനസ്സമാനത്വം, ആ ജീവനെ താനായി ധരിക്കുന്ന മനസ്സ് തനിക്ക് ദുഃഖമുണ്ട് എന്ന ആ ഒരു സമാനത ഭവിക്കയാൽ ആത്മനഃ തത്കൃത ബന്ധം ഭവിക്കുന്നു. അങ്ങനെ ഈ ആത്മാവിന് താനെന്ന ബോധത്തിനാണ് ഈ സുഖം ദുഃഖം എന്നൊക്കെ ഉള്ള ബന്ധമെന്ന് മനസ്സ് കരുതുകയാണ് ചെയ്യുന്നത്. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തതുവർണ്ണമായി വരും. ഏതുപോലെയാണോ ശുദ്ധസ്ഫടികം, ആ ശുദ്ധസ്ഫടികത്തിൻ്റെ അടുത്ത് രക്തവർണ്ണമുള്ള ചുവപ്പ് വർണ്ണമുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ കുറച്ചു ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് ആ സ്ഫടികം ചുവപ്പ് നിറമുള്ളതായി കാണുന്നത്, അതേപോലെ ഈ ജീവൻ എന്നത് ശുദ്ധ സ്ഫടികമാണ്. ഈ സംസാരം എന്നത് ഇതുപോലുള്ള വർണ്ണ വ്യത്യാസങ്ങളുള്ളതാണ്. അപ്പോൾ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നു ഈ വർണ്ണ വ്യത്യാസമൊക്കെ ഈ ശുദ്ധ സ്ഫടികത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് തോന്നുകയും ഇതൊക്കെ താനാണ്, താൻ അനുഭവിക്കുന്നു എന്ന് തോന്നുന്നതാണ്. വസ്തുതയാ പാർക്കിലില്ല, അങ്ങനെയൊന്നില്ല. തദ്രഞ്ജന, അതൊരു തോന്നൽ മാത്രമാണ്. കയറ് പാമ്പായി തോന്നുന്നത് പോലെ. ചിത്തെ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി, ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ. ഇതേപോലെ ഈ ശുദ്ധ സ്ഫടികത്തിൻ്റെ അടുത്ത് മറ്റു വസ്തുക്കൾ വെക്കുന്നത് പോലെയാണ് ആത്മാവിനോട് ചേർന്നിട്ട് ഈ ബുദ്ധി ഇന്ദ്രിയാദി സാമീപ്യമുണ്ടാകുമ്പോൾ ആത്മാവിന് സംസാരം, ഈ സംസാരത്തെ ആത്മാവ് അനുഭവിക്കുന്നതായിട്ട് ബലാൽ. ബലാൽ എന്നാൽ അത് നിശ്ചയമായും ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ, ആത്മാവ് ഈ ലോകത്ത് വ്യാപരിക്കുന്നത് മനസ്സെന്ന ഉപാധിയിലൂടെയാണ്. അതാണ് സ്വലിംഗം. തൻ്റെ ഉപാധിയായ മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ, അതിനെ തന്നോട് ചേർത്ത് വച്ചിട്ടാണ് തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ. ഓരോ അന്തഃകരണത്തിനും ജന്മന ഓരോരോ സ്വഭാവങ്ങളുണ്ട്. അതാണ് സത്വാദികളാം ഗുണങ്ങൾ. സത്വരജ തമോ ഗുണങ്ങളാകുന്ന ആ ഗുണങ്ങളാൽ ബദ്ധനായിട്ട് സേവിക്കയാൽ അവശത്വം കലർന്ന്, പിന്നെ അതൊരു പിടിയിൽ അമർന്നത് പോലെയാണ്, അതിൽ നിന്ന് പിടിവിടാൻ സാധിക്കില്ല. അതാണ് അവശനായെന്ന പോലെ, അതിലങ്ങനെ പെട്ടുപോവുകയാണ്. അങ്ങനെ ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ഇതൊക്കെ ഒരു സങ്കല്പമാണ്, സ്വപ്നതുല്യമാണ്. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതഃ തഥാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. മനസ്സിൻ്റെ ഗുണമാണ് എല്ലാ കർമ്മങ്ങളും നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതാണ് മനോഗുണാൻ സൃഷ്ടുവ. ആദ്യം മനസ്സിൻ്റെ ഗുണങ്ങളെ ഉണ്ടാക്കിയിട്ട് പിന്നെ വേദം വിധിക്കുന്ന ബഹുവിധ കർമ്മങ്ങളാൽ ശുക്ല രക്ത അസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ശുക്ലവർണം സത്വഗുണത്തിൻ്റെ വെളുത്ത വർണ്ണം, രക്തം രജോ ഗുണത്തിൻ്റെ വർണ്ണം, അസിതം കറുപ്പ് നിറം. ഇങ്ങനെയുള്ള ഭേദങ്ങളാലാണ്, സത്വരജ തമോ ഭേദങ്ങളായിട്ടാണ് ഈ പ്രകൃതിയിൽ എല്ലാവരും പലവിധ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം. ആഭൂതപ്ലവം എന്നാൽ ഈ ഭൂതങ്ങളൊക്കെ എപ്പോഴാണോ പ്രളയകാലത്ത് സംഹരിക്കപ്പെടുന്നത് അതുവരെ ഇങ്ങനെ ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലെ ജീവൻ അന്നും അനാദ്യ അവിദ്യാവശം പ്രാപിച്ചു. ഇങ്ങനെ ഈ സ്വപ്നത്തിൽ ഉണരാത്തിടത്തോളം സ്വപ്നം സത്യമാണെന്ന് വിചാരിക്കുന്നത് പോലെ ജീവൻ സംഹാരകാലത്ത്, ആ പ്രളയകാലം വരെ ജ്ഞാനം ലഭിക്കുന്നില്ല എങ്കിൽ ആ അവിദ്യയിലേക്ക് അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവിദ്യാവശം പ്രാപിക്കുന്നു, ലയിക്കുന്നു കുറച്ച് നേരത്തേക്ക്. അങ്ങനെ തിഷ്ഠതി, അവിടെ തന്നെ കുറച്ചു നേരം ലയിച്ച് നിന്നിട്ട് അഭിനിവേശത്താൽ വീണ്ടും വീണ്ടും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആഗ്രഹങ്ങളുമുണ്ട്. ആ അഭിനിവേശത്താൽ പുനരഥ വീണ്ടും സൃഷ്ടികാലേ
പൂർവവാസനയാ സമം. എന്തൊക്കെയായിരുന്നോ മുജ്ജന്മങ്ങളിൽ ചെയ്തത്, ആ വാസനയോടുകൂടെ ജായതേ ഭൂയോ, വീണ്ടും ഈ ലോകത്തിലേക്ക്, അതും അവിദ്യയായിട്ട് തന്നെ വീണ്ടും ഒരു സ്വപ്നലോകത്തിലേക്ക് വരികയാണ്. ഘടീയന്ത്രവത് സദാ. ഘടീയന്ത്രം എന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ആ ഒരു ചക്രം, അതുപോലെ അതിങ്ങനെ തിരിയുന്നത് പോലെയാണ് ഈ ലോകം. മായാബലത്താൽ അത് ആർക്കൊഴിക്കാമെടോ, ആർക്കും ഈ മായയുടെ ബലത്തിൻ്റെ ആ പിടിയിൽ നിന്ന് സ്വയം വിട്ടുപോരാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ സാധിക്കും അത്? യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ, എന്തായാലും എന്തെങ്കിലുമൊക്കെ പുണ്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. അങ്ങനെ ഒരു സത്സംഗത്തിനുള്ള അവസരം ഭഗവാനായിട്ടൊരുക്കി കൊടുക്കുന്നു. അതൊരു ചവിട്ടുപടിയായി വെച്ചിട്ട് കയറണം നമ്മൾ. അങ്ങനെ ഒരു സത്സംഗം ലഭിക്കുമ്പോൾ മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി, അവൻ്റെ ബുദ്ധി മദ്വിഷയാ ദൃഢം, ഞാനാകുന്ന പരമാത്മാവിൻ്റെ വിഷയത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നു ദൃഢമായിട്ട്. അങ്ങനെ ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ. അപ്പോഴാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ഒരു ചിന്ത വരുന്നത്, അതിലൊരു രസം പിടിക്കുന്നത്. അതങ്ങനെ വളർന്ന് വളർന്ന് ഭക്തി വളരുമ്പോൾ ശുദ്ധ സ്വരൂപ വിജ്ഞാനമുണ്ടായി വരും. ഭക്തി ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്ന് നൂനം ആത്മാവിത്. അപ്പോൾ മനസ്സിലാവുന്നു എൻ്റെ ദേഹം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട് അതിനെയൊക്കെ ചൈതന്യവത്താക്കുന്ന ആ ആത്മാവ് അത് വേറെയാണ് എന്ന് മനസ്സിലാകുന്നു. ആ ആത്മാവാകട്ടെ സത്യമാനന്ദം, ഏകം, പരം, അദ്വയം, നിത്യം, നിരുപമം, നിഷ്കളം, നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാം അപ്പോഴേ. അങ്ങനെയാണ് ഒരാൾ മുക്തനായിത്തീരുന്നത്. സത്യം മയോദിതം, സത്യം മയോദിതം, മയാ ഉദിതം, എന്നാൽ പറയപ്പെട്ട ഇത് സത്യം, ഇത് സത്യമാണ്. യാതൊരുത്തൻ വിചാരിക്കുന്നിതങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. ആരാണോ ഈ ഒരു ചിന്തയിൽ മനസ്സങ്ങനെ ഉറപ്പിക്കുന്നത്, അവന് പിന്നെ ഈ സംസാരത്തിൽ നിന്നൊരു ദുഃഖമില്ല. അവൻ ആ ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞു. നീയും, താരയോട് പറയുകയാണ്, നീയും മയാ പ്രോക്തം, എന്നാൽ പറയപ്പെട്ട ഈ ഒരു തത്വം ഓർത്ത് വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. നിന്റെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തയായിട്ട് ആ നിർമ്മല ബ്രഹ്മത്തിൽ നീ മനസ്സുകൊണ്ട് മനസ്സിനെ ലയിപ്പിക്കുക. എന്തുകൊണ്ട് താരയ്ക്ക് ഉപദേശം കൊടുത്തു? ഭഗവാൻ പറയുന്നു, ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു. നീ എൻ്റെ ഭക്തയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി. അങ്ങനെ അന്ന് ഭക്തയായ നിനക്ക് ഇന്ന് ഞാൻ, നിന്റെ മനസ്സ് അതിന് പാകപ്പെട്ടു, ജ്ഞാനത്തിന് പാകപ്പെട്ടതുകൊണ്ടിതാ ഞാൻ ജ്ഞാനോപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഒരു ജന്മത്തിൽ നമ്മൾ ഭക്തി കൊണ്ട് അങ്ങനെ പാകപ്പെട്ട് വന്നാൽ അവസാനം ശരീരം വേർപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ പഴുത്ത് പാകമായിട്ടുണ്ടാകും. അതിൻ്റെ ബാക്കി അടുത്ത ജന്മത്തിൽ തുടരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഭഗവാൻ അത് ഓർമ്മപ്പെടുത്താൻ ഒരു ഗുരുവിനെ നമ്മുടെ അടുത്തേക്ക് അയക്കും. അപ്പോഴാണ് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ എൻ്റെ രൂപം കാട്ടിത്തന്നത്. താപമിനി കളഞ്ഞാലും അശേഷം നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടവളല്ല. മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും എൻ്റെ ഈ രൂപത്തെ നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല, ഞാൻ പറഞ്ഞത് കളവല്ല, പറഞ്ഞത് കേവലം ഇത് സത്യമാണ്. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. കണ്ടോ, താരയ്ക്കിതൊന്നും ഓർമ്മയില്ല. താനൊരു ഭക്തയായിരുന്നു, തൻ്റെ പൂർവജന്മം എന്തായിരുന്നു. പക്ഷെ ഭഗവാൻ അതറിയാം.
കൃത്യമായിട്ട് ആരുടെ അടുത്ത് എപ്പോൾ എത്തണമെന്ന് ഭഗവാൻ അറിയാം. തൻ്റെ ഭക്തരെ എവിടെയായാലും ഭഗവാനായിട്ട് ഉയർത്തിക്കൊള്ളും. നമ്മൾ മറന്നുപോയാലും ഭഗവാൻ വരും നമ്മുടെ അടുത്തേക്ക്. അതാണ് ഇവിടെ കാണിക്കുന്നത്. താര വിസ്മയം പൂണ്ടു തൻ്റെ പൂർവജന്മം പറഞ്ഞിരിക്കുകയാണ് താൻ ആരായിരുന്നു എന്ന്. മോഹമകന്ന് തെളിഞ്ഞിതൂ ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഉപദേശം കൊണ്ട് നേടിയതല്ല. അതാണ് പറഞ്ഞത്, കഴിഞ്ഞ ജന്മത്തിൽ പാകമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാകമായ ആ പഴുത്ത പഴമായിട്ടിരിക്കുന്ന താരയുടെ മനസ്സ്, അന്തഃകരണത്തെ ഭഗവാനാകുന്ന കാറ്റു വന്നടിച്ചപ്പോൾ അത് താഴേക്ക് വീഴുകയാണ്, ഞെട്ടറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. അതാണ് മോഹമകന്നു തെളിഞ്ഞിതൂ ചിത്തവും. ഉള്ളിൽ നിന്ന് ദുഃഖം എന്നത് അകന്നു, ചിത്തം തെളിഞ്ഞു. ദേഹാഭിമാനജം, ഈ ദേഹമായിരുന്നു ഞാൻ എന്ന ചിന്തയൊക്കെ പോയി. അങ്ങനെ ദുഃഖവും പോയി. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. ആ നിമിഷം തന്നെ അത്രയും പെട്ടെന്നാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പാകപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ താരയ്ക്കത് അറിയില്ലായിരുന്നു. കുറച്ച് നാളത്തേക്ക് ആ ഒരു മായയിൽ പെട്ടിരിക്കുകയായിരുന്നു. ഭഗവാൻ അതിനെ നീക്കിക്കൊടുത്തു. ഉടനെ തന്നെ ജീവൻ മുക്തയായി. അതായത് ശരീരമുണ്ട്, പക്ഷേ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിപ്പിച്ചു. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ. കുറച്ച് നേരത്തെ ആ സത്സംഗം കൊണ്ട് താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു. ആ അവിദ്യ ഉള്ളിൽ നിന്ന് തീർന്നു. മുക്തയായി അവൾ. ഒരു നാരിയെന്നാകിലും ഒരു സ്ത്രീയാണ്. ഇത്രയും കാലം ഗൃഹസ്ഥയായിരുന്നു. എന്നിട്ടും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് സുഗ്രീവനും ഇരിക്കുന്നുണ്ട്. അവർക്കും സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോം. ഇത് കേട്ട സുഗ്രീവനും ഹനുമാനും എല്ലാവർക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത കൈവന്നു. അപ്പോൾ ഇവിടെ ഏത് കാര്യത്തിനും ഭഗവാന് എല്ലാറ്റിനും ഓരോ കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പൂർവജന്മം നമുക്കറിയില്ല, പക്ഷേ ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആ പാകത അനുസരിച്ച്, അർഹതയ്ക്കനുസരിച്ച് ഭഗവാൻ ഒരു ഗുരുവിനെ കൊണ്ടുതരും. അതിനുവേണ്ടി കാത്തിരിക്കുക, ഭക്തിയോടെ കാത്തിരിക്കുക. നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കാനേ സാധിക്കുള്ളൂ. ജ്ഞാനം അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കും. അതിനായിട്ടൊരു ഗുരുവിനെ കൊണ്ടുത്തരും. അതാണ് താരോപദേശം നമ്മെ പഠിപ്പിക്കുന്നത്. സുഗ്രീവ രാജ്യ അഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം താരയെ ഉപദേശിച്ച് കഴിഞ്ഞ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു. അഗ്രജപുത്രനാം അംഗദൻ തന്നെയും നിന്റെ ജ്യേഷ്ഠൻ്റെ മകനായ അംഗദനെ മുൻനിർത്തിക്കൊണ്ട് സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തം, അതാണ് സംസ്കാര കർമ്മത്തിൻ്റെ അവസാനത്തെ കർമ്മം, അതുവരെ ആഹന്ത ചെയ്യുക. നീ ബാലിയെ വേണ്ട വിധത്തിൽ, ബാലിക്ക് വേണ്ട സംസ്കാരക്രിയകൾ ചെയ്യുക. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കിത്തുടങ്ങിനാൻ. എല്ലാം ഒരുക്കി. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും മന്ത്രിമാരും പൗരജനങ്ങളുമായി നൃപേന്ദ്ര ഉചിതം, ഒരു രാജാവിൻ്റെ സംസ്കാര ചടങ്ങിന് യോജിച്ച എല്ലാ ബഹുമാനത്തോടും കൂടെ ഭേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്ര ഉക്തമാർഗേണ കർമ്മം കഴിച്ചത്, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സംസ്കാര വിധിപ്രകാരമുള്ള എല്ലാ കർമ്മവും കഴിച്ച് സ്നാത്വ, എന്നിട്ട് കുളി കഴിഞ്ഞ് ജഗാമ രഘൂത്തമ സന്നിധൗ, ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നിടത്തേക്ക് വന്നു. അതിനർത്ഥം ശ്രീരാമചന്ദ്രൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുകയില്ല. കാരണം സന്യാസവൃത്തി സ്വീകരിച്ചാണ് ശ്രീരാമചന്ദ്രൻ വനവാസത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്.
അങ്ങനെ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം, ശ്രീരാമചന്ദ്രൻ്റെ പാദാംബുജം മന്ത്രികളോട് ചേർന്ന് പ്രണമിച്ചിട്ട് അന്തർമുദ ഉള്ളിൽ സന്തോഷത്തോടുകൂടെ പറഞ്ഞാൻ കപിപുങ്കവൻ, സുഗ്രീവൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി, പൂജ്യനാകും നിൻ തിരുവടി സാദരം. ഈ രാജ്യത്തെ അങ്ങ് വേണം രക്ഷിക്കാൻ. ദാസനായുള്ള ഒരു അടിയൻ ഇനി തവ ശാസനയും പരിപാലിച്ച് സന്തതം, അങ്ങയുടെ ഒരു ദാസനായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അങ്ങ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ ഈ രാജ്യത്തെ പരിപാലിക്കാം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ. അങ്ങനെ ഒരേ സമയം അങ്ങയെയും രാജ്യത്തെയും സേവിച്ചുകൊണ്ട് അങ്ങയുടെ പാദപത്മദ്വയം, ആ കാലടികളിൽ ഒരു ദാസനെപ്പോലെ, അതും ലക്ഷ്മണനെപ്പോലെ സേവിച്ചുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സുഗ്രീവൻ പറഞ്ഞു. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘൂത്തമൻ. രാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: നീ തന്നെ ഞാൻ, അതിനില്ലൊരു സംശയം. നീ ഭരിക്കുന്നതും ഞാൻ ഭരിക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് പ്രീതനായി പോയാലും ആശു മമാജ്ഞയ, ഇതാ ഞാൻ പറയുന്നു, നീ പോയി രാജ്യം ഭരിക്കണം. രാജ്യാധിപത്യം നിനക്ക് തന്നേനിനി, പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. ഞാനിതാ ഈ രാജ്യത്തിൻ്റെ ആധിപത്യം നിനക്ക് തന്നിരിക്കുന്നു, നീ പൂജ്യനായിട്ട് ചെന്ന് അഭിഷേകം ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് അഭിഷേകത്തിനും ഭഗവാൻ വരില്ല എന്ന് പറയാൻ കാരണം? നൂനം ഒരു നഗരം പൂകയുമില്ല, ഞാനോ 14 സംവത്സരത്തോളം, 14 വർഷം കഴിയുന്നിടത്തോളം ഒരു നഗരത്തിലും ഞാൻ പോവുകയില്ല. സൗമിത്രി ചെയ്യും അഭിഷേകം ആദരാൽ. എന്നാൽ ഈ ഒരു നിയമം സൗമിത്രിക്ക് ബാധകമല്ല. കാരണം സൗമിത്രി ഭഗവാനെ സഹായിക്കാൻ വന്നതാണ്. സാമർഥ്യമുള്ള കുമാരനെ അംഗദനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം, യുവരാജാവായിട്ട് അഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്ക് രാജ്യം സഖേ, ഈ രാജ്യം മുഴുവൻ നിനക്ക് അധീനമാണ്. ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. നീ ബാലി എങ്ങനെയാണോ തൻ്റെ മകനെ നോക്കുന്നത് അതുപോലെ അംഗദനെ നീ സംരക്ഷിക്കണം. അദ്രിശിഖരെ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യപ്രഭൃതി. അദ്യപ്രഭൃതി ഇന്ന് മുതൽ ഞാൻ അദ്രിശിഖരെ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ വസിക്കുന്നുണ്ട്. ചാതുർമാസ്യം ആകുലാൽ. ചാതുർമാസ്യ വ്രതം എന്നാൽ 4 മാസം. പൊതുവെ സന്യാസികൾ കൂട്ടം ചേർന്ന് ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പൂജാതി കർമ്മങ്ങളും സ്വാധ്യായവും ഒക്കെയായിട്ട് ഒരുമിച്ച് 4 മാസം തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ വ്രതങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കഴിയും. അതിനെയാണ് ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഞാൻ ആ പർവ്വത ശിഖരത്തിലുണ്ടാകും. 4 മാസം വരെ നിനക്ക് സുഖമായിട്ട് രാജ്യം ഭരിക്കാം. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം. അപ്പോൾ ഏകദേശം ഇതൊരു വർഷക്കാലമാണ്. അത് സാധാരണ ആ കാലങ്ങളിലാണ് ഈ ചാതുർമാസ്യം അനുഷ്ഠിക്കാറ്. അപ്പോൾ വർഷകാലം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം, സീതാന്വേഷണത്തിനായിട്ട് പ്രയത്നങ്ങൾ ചെയ്യുക നീ. സീതാന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ നീ ചെയ്താൽ മതി. തന്വങ്കി താൻ ഇരിപ്പേടം അറിഞ്ഞ് വന്ന് എന്നോട് ചൊല്ലുകയും വേണം മമ സഖേ. എവിടെയാണ് സീതാദേവി ഇരിക്കുന്നത് എന്നറിഞ്ഞ് വന്ന് എന്നോട് പറയുകയും വേണം. അത്ര നാളും ഈ ഒരു 4 മാസത്തേക്ക് പുരത്തിങ്കൽ വസിക്ക നീ. നീ സന്തോഷമായിട്ട് രാജ്യം അനുഭവിച്ച് നിത്യസുഖത്തോടും ധാരാത്മജൈഹി സമം. ധാര ഭാര്യ, ആത്മജഹ മക്കൾ. അപ്പോൾ ഇവരോടുകൂടെ നീ സുഖമായിട്ട് 4 മാസം നീ സ്വതന്ത്രനാണ്. രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും. അങ്ങനെ
ശ്രീരാമചന്ദ്രൻ്റെ അനുവാദവും വാങ്ങി വേഗേന സൗമിത്രിയും സുഗ്രീവനുമൊക്കെ ചെന്ന് പുരിപുക്ക് അഭിഷേകവും ചെയ്തു. അങ്ങനെ സുഗ്രീവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ തിരിച്ചു വന്നു. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ, പ്രവർഷണം എന്നു പേരുള്ള ഒരു പർവ്വതത്തിൽ സാദരം ചെന്നു കരേറി രഘൂത്തമൻ. ശ്രീരാമചന്ദ്രൻ കുറച്ചുനാൾ ഈ 4 മാസം അവിടെ താമസിക്കാം എന്ന് വിചാരിച്ചു. ഉന്നതം ഊർധ്വശിഖരം പ്രവേശിച്ച് നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. അവിടെ വലിയൊരു ഗുഹ കാണായി. അതാകട്ടെ സ്ഫാടിക ദീപ്തി, നല്ല സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്നു. കലർന്നു വിളങ്ങിന ആ ഒരു വെളുത്ത പ്രകാശവും ഒപ്പം ഹാട്ടകദേശം, ഹാട്ടകം എന്നാൽ സ്വർണമയമാണ് ആ ഒരു ഗുഹ. മണിപ്രവര ഉജ്ജ്വലം, നല്ല നാനാരത്നങ്ങളൊക്കെ പതിച്ചതുപോലെ, അതുപോലെ എന്തോ ഒരു മനോഹരമായിട്ടുള്ള തിളങ്ങുന്ന ഒരു ഗുഹ കണ്ടു. അവിടെ ആകട്ടെ വാതവരിഷ ഹിമ ആതപ വാരണം, ആ ഒരു ഗുഹയിൽ കടന്നാൽ വാതം, കാറ്റ്, വർഷം, മഴ, ഹിമം, മഞ്ഞ്, ആതപം, ചൂട്, വെയില്, ഇതൊക്കെ വാരണം, അതായത് തടയുകയാണ്. ഇതൊന്നും അറിയുകയില്ല ആ ഗുഹയിൽ ഇരുന്നാൽ. ആ ഒരു പ്രദേശമാകട്ടെ പാദപ വൃന്ദ ഫലമൂല സഞ്ചിതം, പാദപങ്ങൾ, നിറയെ വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങൾ, വൃന്ദം എന്ന കൂട്ടം, വൃക്ഷങ്ങളുടെ കൂട്ടം. അതിലാകട്ടെ ഫലമൂലം, ഒരുപാട് ഫലങ്ങൾ, പഴങ്ങളും മൂലഫലങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വളർന്ന് നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. കാണാനും അതെ, കഴിക്കാനും ഇഷ്ടം പോലെ ഫലമൂലാദികളുണ്ട്. തത്രയേവ വാസായ രോചയാമാസ, അവിടെ തന്നെ വസിക്കാൻ രോചയാമാസ എന്നാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ, ഇവിടെ തന്നെ ഈ 4 മാസം കഴിച്ചുകൂട്ടാമെന്ന് ശ്രീരാമചന്ദ്രൻ ഉറപ്പിച്ചു. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ. അപ്പോൾ ആകാശചാരികളായി സൂക്ഷ്മശരീരികളായി നടക്കുന്ന സിദ്ധയോഗീന്ദ്രന്മാരൊക്കെ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദി രൂപം ധരിച്ച്, അവരൊക്കെ പക്ഷികളും മൃഗങ്ങളുമൊക്കെ ആയിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. പക്ഷിധ്വജൻ, പക്ഷി, ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവൻ. അങ്ങനെയുള്ള ഭഗവാനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമ ജാതികൾ ഏവരും, അവിടെ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ എല്ലാ ജീവജാലങ്ങളും സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള എല്ലാവരും, പർവ്വതങ്ങളും നദികളും എല്ലാം ദേവനെ കണ്ട് സുഖിച്ചു മരുവിനാർ. അങ്ങനെ ശ്രീരാമദേവന്റെ സാന്നിധ്യത്താൽ അവരും സന്തുഷ്ടരായി എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ നാൾ ശ്രീരാമചന്ദ്രൻ സമാധിയിൽ ഇരുന്നു. രാഘവൻ തത്ര സമാധി വിരതനായി. അങ്ങനെ കുറേ നാൾ ഇരുന്നതിന് ശേഷം സമാധിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശ്രീരാമചന്ദ്രൻ ഏകാന്തദേശേ മരുവും ദശാന്തരെ, അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഏകദാ വന്ദിച്ചു സൗമിത്രി വളരെ ബഹുമാനപൂർവം വന്ദിച്ച് സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിയിടിനാൻ. ശ്രീരാമചന്ദ്രനോട് ഇപ്രകാരം ചോദിച്ചു: കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. അല്ലയോ ഭഗവാനെ, ക്രിയാമാർഗം അത് മോക്ഷപ്രദമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. ആഖ്യാഹി എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ആ ക്രിയാമാർഗത്തെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാരം, വളരെയധികം ആഗ്രഹമുണ്ട്. വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. ഓരോ വർണ്ണത്തിൽപ്പെട്ടവർക്ക് ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന്.
ഇത് എല്ലാ യോഗികളും ചെയ്യുന്നതാണ്. നാരദൻ, വ്യാസൻ, ബ്രഹ്മാവ് പോലും സദാ നാരായണ പൂജ കൊണ്ടാണ് അവരുടെ എല്ലാ പുരുഷാർത്ഥങ്ങളും സാധിക്കുന്നത് എന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നു. ഇതെന്ന് കേൾപ്പുണ്ടു ഞാൻ. അവരൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. ഭക്തനായി ദാസനായുള്ള ഈ അടിയന്, ദാസനായുള്ളോരടിയന് മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ഈ ക്രിയാമാർഗം മുക്തിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് അങ്ങ് ഉപദേശിക്കണം. ലോകൈകനാഥ, ഭവാൻ അരുൾ ചെയ്കിലോ ആകയും ഉണ്ടല്ലോ. അത് ലോകോപകാരാർത്ഥമാണിത്. ഇത് എനിക്ക് ഇന്ന് ഉപദേശിച്ചാൽ ഇത് നാളെ ആളുകൾ, ഭക്തർ ഇതറിയും. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ലക്ഷ്മണൻ ഏവം ഉണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, ആ സമയത്ത് തന്നെ, തൽക്ഷണേ, ഉടനെ തന്നെ ശ്രീരാമദേവൻ ഇപ്രകാരം പറഞ്ഞു.